ജീവിതം സാക്ഷി, ജീവിതം സാക്ഷി, ജീവിതം സാക്ഷി. എല്ലാ പ്രേക്ഷകർക്കും ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. ബഹുമാനപ്പെട്ട ജഡ്ജിംഗ് പാനലിനെ പരിചയപ്പെടുത്തുകയാണ്. റിട്ടയർഡ് ജഡ്ജ് ശ്രീ KV സച്ചിദാനന്ദൻ, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീമതി ജ്യോതി ശർമ്മ, കൗൺസിലർ ശ്രീമതി കലാ ഷിബു. ഇന്ന് പരാതിക്കാരിയായിട്ട് എത്തിയിരിക്കുന്നത് പാലക്കാട്ട് നിന്നും പ്രേമ എന്ന ഒരു അമ്മയാണ്. 3 മക്കളുടെ അമ്മ, 3 പെൺകുട്ടികളുടെ അമ്മ. ഭർത്താവിൽ നിന്നും കുട്ടികൾക്കോ തനിക്കോ ഇതുവരെ സംരക്ഷണം ഒന്നും കിട്ടിയിട്ടില്ല, സാമ്പത്തികമായോ അല്ലാതെയോ. അതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നുള്ളതാണ് അവരുടെ പരാതി. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. പ്രേമ, പാലക്കാട് എവിടെയാ പ്രോപ്പർ? എൻ്റെ വീട് ഇരട്ടക്കുളം എന്ന് പറയും. ഇപ്പോ താമസം എവിടാ? ഇപ്പൊ ഞാന് തൃശ്ശൂർ ഒരു വീട്ടുപണിക്ക് നിൽക്കുക. എത്ര വർഷമായി കല്യാണം കഴിച്ചിട്ട്? കല്യാണം കഴിഞ്ഞിട്ട് 25 വർഷമായി. ഭർത്താവിന്റെ പേരോ? വിജയൻ. വിജയൻ. എന്താ പണി അദ്ദേഹത്തിന്? മെക്കാനിക്കലാ. മെക്കാനിക്കാണ്. നാട്ടിൽ തന്നെ? എന്നെ കെട്ടുന്ന സമയത്ത് കോയമ്പത്തൂരായിരുന്നു. പിന്നെ അയാള് കുറച്ചു കാലത്ത് വിദേശത്ത് പോയായിരുന്നു. പിന്നെ വീട്ടുകാരും എല്ലാരും കൂടെ ചേർന്ന് തീരുമാനിച്ച കല്യാണം അല്ലേ? അല്ലാതെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് കല്യാണം കഴിച്ചല്ല? സ്നേഹിച്ചിട്ടൊന്നുമല്ല. നമ്മുടെ ആചാരപ്രകാരം അവരുടെ വീട്ടുകാർ വന്ന് കണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയി എല്ലാം കണ്ട് അവര് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാ. കല്യാണം കഴിച്ച് എത്ര വർഷം കഴിഞ്ഞാ പോകുന്നത്? 3 മാസം കഴിഞ്ഞതും പോയതാ. 3 മാസം കഴിഞ്ഞപ്പോ അദ്ദേഹം ഗൾഫിൽ പോയി. എങ്ങനെയായിരുന്നു? സാമ്പത്തികമൊക്കെ പോവാൻ ഒക്കെ റെഡി ആയിരുന്നു? അതാ എന്റെ സ്വർണം വിറ്റിട്ടാ പോയതാണ്. അപ്പൊ ആ 3 മാസം സന്തോഷമായിട്ട് താമസിച്ചു? കുഴപ്പമില്ലായിരുന്നു. തിരിച്ചു വന്നത് 3.5 വർഷം കഴിഞ്ഞിട്ടാണോ? അല്ല, 2 വർഷം കഴിഞ്ഞിട്ട്. 2 വർഷം കഴിഞ്ഞു വന്നു. വീട്ടിന് ചെലവിനും കാര്യങ്ങൾക്കും വേണ്ടി അവിടെ ചെന്ന് അയച്ചു തരുമായിരുന്നു? എനിക്ക് അങ്ങനെ ആയിട്ടൊന്നും അയച്ചു തരില്ല. അവരുടെ വീട്ടിലേക്ക് അയക്കും, പലപ്പോഴും അങ്ങനെ അയക്കുന്നുള്ളൂ. അങ്ങനെ മാസം കറക്റ്റ് ആയിട്ടൊന്നും അയക്കില്ലായിരുന്നു. നിങ്ങൾ അയാളുടെ വീട്ടിൽ തന്നെയല്ലേ താമസിച്ചത്? അല്ല, ഞാൻ എൻ്റെ വീട്ടിലാണ് താമസിച്ചത്. അതെന്താ അങ്ങനെ താമസിച്ചേ? ഇയാളുടെ താഴെ 3 ആൺകുട്ടികൾ, നമ്മളെക്കാട്ടി മൂത്തതാണ്. നമ്മളെ എങ്ങനെ വിളിക്കും, നമ്മൾ പേര് വിളിച്ചാലും അവർ ഒന്നും മിണ്ടില്ല. അവർക്ക് എന്നെ ഇടത്തേമ്മയെന്ന് വിളിക്കൂല. അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആകുമ്പോൾ നമുക്കൊരു വിഷമം. പിന്നെ ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ അതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളും. അപ്പോൾ അങ്ങനെയും പിന്നെ ഭർത്താവ് പറഞ്ഞു നീ ഇവിടെ തന്നെ നിന്നാൽ മതി, വീട്ടിൽ നിന്നാൽ മതി പറഞ്ഞു. പിന്നെ ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴും പോവും. മാസത്തിലൊക്കെ ഒരു പ്രാവശ്യം അമ്മയെ കണ്ട് ചെന്ന് അവിടെ 2 ദിവസമൊക്കെ നിന്നിട്ട് പോരുമായിരുന്നു. ഈ ഗൾഫിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് ഭയങ്കര മാറ്റം. വീട്ടുകാർക്കും ഇവർക്കൊക്കെ മാറ്റം തുടങ്ങി. എന്ത് പറ്റി അങ്ങനെ? അല്ല, അപ്പൊ നല്ലൊരു സമ്പാദ്യം കൊണ്ടുവന്നിരുന്നോ വരുമ്പോ? അവിടെ അത്ര ശമ്പളമൊന്നും ഇല്ലാന്ന് പറഞ്ഞത്. എന്നാലും കുറച്ച് നെൽപ്പാടം മേടിച്ചു, കുറച്ച് ഒരു 20 സെന്റ് സ്ഥലം മേടിച്ചു. പിന്നെ കുറച്ച് വേറൊരു റോഡിൻ്റെ അടുത്ത് ഒരു 1/2 സെന്റ് സ്ഥലം മേടിച്ചു. അതൊക്കെ മേടിച്ചിട്ടാണ് അയാൾ വന്നത് ഗൾഫിൽ നിന്ന്. ഞാൻ കൊടുത്ത സ്വർണ്ണം. അപ്പം വീട്ടുകാരെന്ന് വെച്ചാൽ അച്ഛൻ പറഞ്ഞത് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ കൊടുത്തതെന്ന് വെച്ചാൽ നീ അത് വന്നു കഴിഞ്ഞ് നിൻ്റെ ആഭരണം മേടിക്കണം. എന്താണെന്ന് വെച്ചാൽ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അരി ബിസിനസ്സാണ്. അപ്പോൾ അത് ജോലിയും ചെയ്യും, അതും ചെയ്യും. പിന്നെ ഞങ്ങൾ പാട്ടത്തിന് പറമ്പൊക്കെ എടുക്കും. പറമ്പെടുത്തിട്ട് കപ്പ ഉണ്ടാക്കും. പിന്നെ കണ്ടം എടുത്തിട്ട് ഇഞ്ചി വെക്കും, മഞ്ഞൾ വെക്കും, അങ്ങനെ പച്ചക്കറികൾ ഉണ്ടാക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പം അച്ഛനെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മകളേ ഉള്ളൂ. അപ്പം അച്ഛന് കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ഞങ്ങൾ അങ്ങനെ മിച്ചം വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയതാണ്. നമുക്ക് പൂർവീക സ്വത്തൊന്നുമില്ല. അപ്പോൾ അച്ഛനൊരാഗ്രഹമില്ല ഞാൻ ഇത്ര എൻ്റെ മകൾക്ക് ഉണ്ടാക്കിയിട്ട് അത് എന്നും ഇട്ട് കാണണം എന്നൊരു ആഗ്രഹമില്ല. അവരാദ്യം പണമൊക്കെ അവരുടെ അനിയന്മാർ ശരിയാക്കാമെന്ന് പറഞ്ഞായിരുന്നു. ലാസ്റ്റ് വിസിൻ്റെ കാര്യം വന്ന് പൈസൻ്റെ അവിടെ നിന്ന് ഇന്ന സമയത്ത് പോകണമെന്ന് ബോംബെയിൽ നിന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, അനിയന്മാർ പറഞ്ഞു, ചേട്ടനെതിരെ ഭാര്യ വീട്ടിൽ വന്നിരിക്കും, ഞങ്ങൾ പൈസയൊക്കെ അവിടെ ശരിയാക്കിയിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ എവിടെയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവർ ശരിയാക്കണം, സന്തോഷിച്ചു. പിന്നെ അവസാനം 1 ആഴ്ച ഗ്യാപ്പുള്ളുമ്പോഴാണ് ഇങ്ങനെ അവിടെ പൈസയൊന്നും ശരിയായിട്ടില്ല എന്നുണ്ട്. ഇപ്പോൾ ഇയാളെന്ന് പറയും ഇനി ഞാൻ പോകണില്ല, ഞാൻ അവിടെ ആദ്യം കെട്ടി പൈസ പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മളെന്താ ചെയ്യുക? അവസാന നിമിഷം അപ്പോൾ അമ്മ പറഞ്ഞു, ഇനിയിപ്പോൾ നമ്മൾ കെട്ടി കാശ് അങ്ങനെ പോകാൻ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ആ കുട്ടിൻ്റെ സ്വർണം എടുത്തോന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ സ്വർണം, അമ്മയുടെ അനിയത്തിൻ്റെ കുറച്ച് സ്വർണം, പിന്നെ എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ കുറച്ച് അയൽവക്കത്തു നിന്ന് സ്വർണം പണയം വെച്ചിട്ട് അങ്ങനെ നമ്മളെ തന്നെ സഹായിച്ചിട്ട് തന്നെ അയച്ചു. എല്ലാ പൈസയും നിങ്ങൾ സഹായിച്ചിട്ടാണ്? വസ്തുക്കളൊക്കെ വാങ്ങിച്ചത് ആരുടെ പേരില? അതാണ് 20 സെന്റ് സ്ഥലം അനിയൻ്റെ പേരിൽ മേടിച്ചു. പിന്നെ 4 പേർക്ക് എൻ്റെ പേരിൽ എഴുതിയിരുന്നെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ വീട്ടുകാരനെ കൂട്ടിയിട്ട് പോയിട്ട് അത് കാണിക്കുകയും ഒന്ന് കാണിച്ചു കൊടുക്കേണ്ട ഒരു മര്യാദ അല്ലെങ്കിൽ ഇതൊരു ധൈര്യത്തിന് അങ്ങനെയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അവർ കണ്ടം വാങ്ങിച്ചു എന്ന് പറയാൻ കൃഷി ഇറക്കിയ പിന്നെ അമ്മ വന്നിട്ട് പറഞ്ഞു, അവിടുത്തെ അമ്മ വന്നിട്ട് ഞങ്ങൾ കണ്ടം വാങ്ങിച്ചു, റേഷൻ കഴിഞ്ഞു, കൃഷി ഇറക്കി,
എന്നൊക്കെ പറഞ്ഞു. അല്ലാതെ ഞങ്ങളുടെ വീട്ടുകാരനൊന്നിനും. അതെന്താ വെച്ചാൽ നമ്മളെ സഹായിച്ചു. അപ്പം നമ്മുടെ അച്ഛൻ വിചാരിച്ച ഒരു മകളാണ്, നോക്കും നല്ല നിലയിൽ ഇപ്പം നമ്മുടെ എന്നാലും അച്ഛനൊരാഗ്രഹം എൻ്റെ മകൾക്ക് എൻ്റെ വിട്ടിട്ടാണെങ്കിൽ അത് മേടിക്കുമ്പോൾ നമുക്കത് കാണണം, നമ്മൾ മറ്റുള്ളവരുടെ മണ്ണ് വൃത്തിയാക്കി ഇത്രയും ആയതല്ലേ എന്നൊക്കെ അച്ഛനൊക്കെ ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവരതൊന്നും ചെയ്തില്ല. എന്നിട്ട് ഞങ്ങൾ അതിനൊന്നും കുറിച്ചൊന്നും ചിന്തിച്ചില്ല. ഈ അനിയന് വാങ്ങിച്ച പിന്നെ വസ്തുവില് അനിയൻ എന്തെങ്കിലും പൈസ? അതിൽ അവന് വർഷാപ്പിടാനെന്ന് വേണ്ട ഇയാൾ തന്നെ കൊടുത്തത്. പൈസയൊക്കെ ഇദ്ദേഹത്തിന്റെ മാത്രമാണ്. ഇത് ഇയാൾ പക്ഷെ അമ്മയും വീട്ടുകാരനും വിട്ട് നിൽക്കില്ല, നമ്മളെന്ത് പറഞ്ഞാലും. അപ്പം പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ സ്ത്രീകൾ എന്താ ചെയ്യുക, നമ്മൾക്ക് ഇപ്പോൾ ഏത് സമയത്തും കാരണന്മാർ പറയുന്ന പോലെ എപ്പോഴാ പെണ്ണുങ്ങളിൽ പെരുവഴിയിലാണെന്നൊക്കെ പറയാം. അപ്പം ഞാൻ സ്വർണ്ണം അങ്ങനെ ആവശ്യപ്പെടും. പിന്നെ പുറത്ത് പോകുമ്പോഴൊക്കെ എനിക്ക് തന്നല്ല, എൻ്റെ അച്ഛൻ എനിക്ക് ഇഷ്ടപ്പെട്ട ആഭരണങ്ങൾ എടുത്തു തന്നല്ല, അപ്പം എനിക്കത് വേണമെന്നൊക്കെ പറയും. വഴക്ക് അപ്പൊ ഇയാളും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ ഞാൻ വീട്ടിലൊന്നും പറയാറില്ല, അങ്ങനെയൊക്കെ സഹിച്ചങ്ങനെ ഇരുന്നതാ. ചിലപ്പോൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഒരു മൃഗത്തെ പോലെ. എനിക്ക് 21 വയസ്സ് തുടക്കത്തിലാണ് കല്യാണം കഴിഞ്ഞത്. അപ്പോൾ എൻ്റെ ഏട്ടന് അത്ര പ്രായമായിട്ടില്ല. അപ്പോൾ ഈ ഏട്ടനും ഇയാളുടെ അടുത്ത് മുട്ടാൻ പറ്റാത്ത ഒരവസ്ഥ. പിന്നെ നമ്മുടെ അച്ഛനാണ്, പിന്നെ അച്ഛൻ എന്താ ചെയ്യുക? പിന്നെ എപ്പോഴാ വന്ന ഗൾഫിൽ നിന്ന്? പിന്നെ ഈ കുട്ടിക്ക് 9 മാസം പോകുന്നു, മൂത്ത കുട്ടിക്ക്. എന്നിട്ട് പോയി താമസിച്ചു കൂടെ? പിന്നെയും പോയി താമസിച്ചു. പിന്നെ പോയില്ലായിരുന്നു ഗൾഫിലോട്ട്. താമസിച്ചു ഒക്കെ സഹിച്ച് താമസിക്കുക തന്നെയായിരുന്നു. പിന്നെ രണ്ടാമത്തെ കൊച്ചിനെ ആയി, അത് ആ സമയത്ത് തന്നെ കോയമ്പത്തൂർ പോയി. ഈ മൂത്ത കുട്ടിനെയും കൊണ്ട് പോയി. പിന്നെ അവിടെ വെച്ചിട്ട് കോയമ്പത്തൂർ വെച്ച് രണ്ടാമത്തെ കുട്ടീനെ ഉണ്ടായി. അവിടെ നിന്ന് ആ കുട്ടിക്ക് 3 മാസം ഗർഭമായപ്പോൾ നാട്ടിലോട്ട് വന്ന് പിന്നെ നാട്ടിലെങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വീട്ടിലൊക്കെ കുറേ താമസിച്ചു. അപ്പോൾ വീട്ടിൽ ചില പ്രശ്നങ്ങളുടെ പേരിൽ മാറി താമസിക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ മാറി താമസിച്ചു. വീട്ടുകാരുമായിട്ട് പ്രശ്നങ്ങൾ? അവരുടെ വീട്ടുകാരുമായിട്ട്. എന്താ വെച്ചാൽ അനിയന് കല്യാണം കഴിഞ്ഞപ്പോൾ അനിയൻ്റെ ഭാര്യയ്ക്ക് സ്വർണ്ണമൊക്കെ കൊണ്ടുവന്നപ്പോൾ എവിടെ പോവുകയാണെങ്കിലും അനിയൻ്റെ ഭാര്യനെ കൊണ്ടുപോകും, അവള് ആഭരണങ്ങളൊക്കെ ഇട്ട് പോകും. അപ്പോൾ എനിക്ക് വിഷമവും, നമ്മുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വീട്ടിൽ വരുമ്പോൾ എൻ്റെ മോൾ ഇങ്ങനെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വിഷമവും. അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ ആയിട്ട് പിന്നെ മൂന്നാമത്തെ കുട്ടിനെയുള്ള വീട്ടിൽ കൊണ്ടാക്കിയത്. പിന്നെ ഇതിലുള്ള എവിടെ ചെന്നിട്ട് ഒരു സ്ത്രീനെ കൊണ്ടുവന്നിട്ടിരിക്കുക. അപ്പോൾ എനിക്ക് എല്ലാവരും വീട്ടിലായാലും സ്വയം തരില്ല, അടുത്തുള്ളവരും വന്ന് പറയും നിനക്ക് കഴിവില്ലാണ്ടല്ലേ, നിനക്ക് അനിയനായാലും ആ വീട്ടിൽ കൊണ്ടുവന്നാണ് താമസിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് വേറെ സ്ഥലം മേടിച്ചു, ഒരു കണ്ടത്ത് ഷെഡ് വെച്ച് കെട്ടി. പിന്നെ അവിടെ വീട് വെക്കാൻ പറ്റില്ല, കണ്ടം തൂർക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇയാളെ എപ്പോഴും പറയും, നിൻ്റെ ചേട്ടനെ കൊണ്ട് പറയും, അവൻ ബാംഗ്ലൂരല്ലേ, അവൻ അങ്ങനെയല്ലേ. ഏട്ടൻ്റെ അങ്ങനെയൊന്നുമില്ല, അവൻ ഒരു ബിസിനസ് നടത്തുക. ഇയാളുടെ വിചാരം അവൻ്റെ അടുത്ത് പൈസ ഉണ്ട്, എന്തുകൊണ്ട് എനിക്ക് തന്നുകൂടാ എന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്നെ പീഡിപ്പിക്കുക. ഈ കണ്ടം ആരുടെ പേരില? കണ്ടം എൻ്റെ പേരിൽ 4 പറക്ക് എഴുതിയിട്ടുണ്ട്, അമ്മയുടെ പേരിൽ 3 പറക്ക്, ഇയാളുടെ പേരിലായിരുന്നു 3 പറക്ക്. ഇയാൾക്കൊരു കേസ് വന്നപ്പോൾ അമ്മയുടെ പേരിലേക്ക് എഴുതിയിട്ടാണ് ഗൾഫിലോട്ട് പോയത്. അതങ്ങനെ പോകാൻ പറ്റില്ല എന്ന് വക്കീലിന് പറഞ്ഞപ്പോൾ അത് മാറ്റി എഴുതിയതാണ്. അപ്പം ഞാൻ അതേ കുറിച്ച് ചോദിക്കും, ഇനി എന്തിനാ അമ്മൻ്റെ പേരിൽ എഴുതി, അത് നിങ്ങളുടെ തിരിച്ചെഴുതി കൂടെ, അത് ആധാരം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും പറഞ്ഞാൽ അത് ചെവി കൊള്ളില്ല. നിൻ്റെ വീട്ടിൽ നിന്ന് പൈസ കൊണ്ടുപോകാം, നിൻ്റെ വീട്ടിൽ നിന്ന് പൈസ കൊണ്ടുപോകാന്ന് പറയുന്നു. തനിച്ച് പോയി എന്തായാലും ഷെഡ് വീട്ടിൽ താമസിച്ചപ്പം നിങ്ങൾ മാത്രമായിട്ടുള്ള ജീവിതം സന്തോഷമല്ല. അല്ല, പിന്നെ സഹിക്കുക തന്നെ. ഉപദ്രവിക്കും. എങ്ങനെ ഉപദ്രവിക്കുന്ന അറിയാം, തലയൊക്കെ പിടിച്ച് ഇടിക്കും. ആദ്യത്തെ കൊച്ചിനെ തന്നെ ഗർഭം ഉണ്ടായിരിക്കുമ്പോൾ റൂമിലിട്ട് ചവിട്ടിയതാ, വയറ്റിൽ ഇങ്ങനെ ചുമരിൽ ചാരി നിന്നിട്ട്. വീട്ടിലും ബന്ധുക്കളുടെ അടുത്ത് ആരും ഞാനൊന്നും പറയില്ലായിരുന്നു. അല്ല, എന്തും പറഞ്ഞിട്ട് അയാൾ ഉപദ്രവിക്കുന്ന? പൈസ വാങ്ങിച്ചോണ്ടിരാൻ അയാൾക്ക് പെൺകുഞ്ഞിനെ ഇഷ്ടമല്ല. പെൺകുഞ്ഞാണെന്ന് പറഞ്ഞാൽ അപമാനം ഉണ്ടാക്കിയത് എന്തിനാ പെൺകുഞ്ഞ്? ഇനി ഈ രണ്ടാമത്തെ പെണ്ണാണ് നീ വീട്ടിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ നമ്മളെന്താ ചെയ്യുക? അയാൾ പറയുന്നത് നമ്മൾ അനുസരിക്കും. പിന്നെ മൂന്നാമത് ആയിക്കഴിഞ്ഞാൽ പറയും, ഇനി മൂന്നാമത് പെണ്ണാണെന്ന് വെച്ചാൽ നീ ഇങ്ങോട്ട് വരണ്ട. അപ്പോൾ ഇയാൾ നമ്മളെ വിശ്വാസവഞ്ചനയാണ്. നമ്മൾ വിശ്വസിച്ചിട്ടാണല്ലോ ഒരു 3 മാസം പോലും തയ്യാണ്ട് വിശ്വസിച്ചിട്ട് നമ്മളെല്ലാം ഊരി കൊടുത്തത്. ഇപ്പം ഞാൻ ഭ്രാന്തിയാണ്, മാനസിക രോഗിയാണ്. അപ്പോൾ വീട്ടിലാന്ന് വെച്ചാൽ എന്നെ കാണുമ്പോൾ ആങ്ങളമാർ വരുമ്പോൾ അവർക്ക് വിഷമം. അപ്പോൾ ചിലവിലും പൈസയില്ല. അവർ ആകാശപ്പുറവാണെന്ന് ഒരു അനാഥാലയത്തിൽ കൊണ്ട് വിട്ടിട്ട് വന്നു. ഈ കൊച്ചിനെ 2 വയസ്സുള്ളപ്പോ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടത് എന്തും പറഞ്ഞിട്ടാ? അയാൾ ആ കൊച്ചിനെ ഞാൻ പറഞ്ഞു പ്രസവിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന്. അപ്പോൾ ഇയാൾ പറഞ്ഞു പറ്റില്ല, ഇവിടുത്തെ നീ വീട്ടിൽ തന്നെ നിന്നോ എന്ന് പറഞ്ഞിട്ട് പോയി. എന്നിട്ട് ഇയാൾ വിളിക്കുന്ന പോലും. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ എല്ലാവരും പറയാൻ തുടങ്ങി ഇയാളുടെ സ്വഭാവം ശരിയല്ല, ഇയാളെന്തോ
ഉള്ളിലെന്തോ ഉണ്ട്, അപ്പം നീ ഒരു കാഞ്ചി ആൾ വരുമ്പോൾ നീ കൊച്ചിനെ എടുത്ത് പൊക്കോ. അപ്പോൾ ഇയാളെപ്പോഴും പറഞ്ഞ് പ്രസവിച്ച് വരുമ്പോൾ കൊണ്ടുവന്നില്ല, ആ വീട്ടിൽ കുട്ടിക്ക് കൊച്ചിന് ഇത്ര കൊടുത്തു, ഇത്ര കൊടുത്തു. പിന്നെ നമ്മൾ ഇടയ്ക്ക് കൊടുക്കണമെന്ന് കണക്കില്ല. ഇത് വെച്ചാൽ കുടുംബത്തോട് കാണിച്ച് കൊടുക്കണം എന്നാണ് ഇയാൾ. ഇപ്പം നമ്മൾ അല്ലാണ്ട് കൊടുക്കണമെന്ന് ഇപ്പം ഏട്ടൻ അവിടെ ഞങ്ങൾ വേറെ താമസിച്ചപ്പോൾ ഒരു ഷെഡ് വെച്ച് താമസിച്ചപ്പോൾ ഏട്ടൻ 5000 രൂപ ഒരു ദിവസം രാവിലെ വന്നിട്ട് ഏട്ടൻ ഞാനിങ്ങനെ താമസിച്ചു എന്ന് പറഞ്ഞപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് 5000 രൂപ കൊടുത്തു. അപ്പം ഏട്ടൻ പറഞ്ഞു ചായ കുടിക്കേട്ടെന്നില്ല, അവരൊന്നും അങ്ങനെ കഴിക്കില്ല അവിടെ വന്ന്. അവർ വേണ്ട, എൻ്റെ പെങ്ങൾ സന്തോഷമായിട്ട് കണ്ടാൽ മതി എന്നിട്ട് അവൻ അങ്ങനെ പോയി. അങ്ങനെയൊക്കെ ചെയ്തൊക്കെ വീട്ടുകാർ അച്ഛനും അമ്മയൊന്നും അറിയാണ്ട് ഏട്ടൻ ആവുന്നത് ഏട്ടൻ സഹായിക്കും, മൂത്തേട്ടൻ. അതൊന്നും ഇയാളുടെ അമ്മൻ്റെ അടുത്ത് പറയില്ല. ഈ അമ്മ പറയുന്നത് നിൻ്റെ പെങ്ങൾക്ക് അത് തന്നില്ല ഇത് തന്നില്ല എന്ന് പറയും. പിന്നെ എൻ്റെ അനിയൻ അപ്പം ഗൾഫിലായിരുന്നു, ആ ചെറിയ അനിയൻ ഗൾഫിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം പറയാം ഒരു ദിവസം നിൻ്റെ ആങ്ങളെ ഗൾഫിൽ പോയത് എൻ്റെ മോൻ്റെ 3 ലക്ഷം രൂപയും കൊണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ വഴക്കൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ വിഷമത്തിലാണ് വന്നത്. പിന്നെ ഞാൻ വീട്ടിലാണ് ഈ കട. അപ്പം ഞാൻ എന്താ ചെയ്യും, ഇവരോട് പറഞ്ഞ ഇവർ ചിലപ്പോൾ ആത്മഹത്യ. കുഞ്ഞുങ്ങളെ കൊണ്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വിടുമ്പം മറ്റേ കുട്ടികളെയും കൂടെ അയക്കുമോ? ഇല്ല, ഹോസ്റ്റലില്ല. അവർ രണ്ടാളും ഹോസ്റ്റലിൽ ചേർത്തി. അവർ രണ്ടാളും ഓരോ വയസ്സിനുള്ള വ്യത്യാസമുള്ളൂ. അതിന് 3 വയസ്സ് കഴിഞ്ഞ ശേഷമാണ് ഈ കൊച്ചുണ്ടായത്. എന്താ ഹോസ്റ്റലിൽ ചേർത്തത്? ഹോസ്റ്റൽ ഇയാൾ എന്താണെന്നറിയില്ല, എന്നെ കൊണ്ട് പോലും ചോദിക്കാണ്ട് ഇയാൾ എന്തൊക്കെയോ ഇയാളുടെ മനസ്സിൽ നമുക്ക് പിടികിട്ടില്ല. ഞാൻ ചോദിക്കാം എന്തിനാ അങ്ങനെ കൊണ്ട് ചേർത്ത്, നമ്മൾ മക്കൾ നമ്മുടെ അടുത്ത് വളരാനല്ലേ, അതല്ലേ ഏതൊരു അമ്മയും അച്ഛനും ആഗ്രഹിക്കുക, നമ്മൾക്ക് ഉള്ള പോലെ വളർത്താം എന്ന് പറഞ്ഞാൽ അയാൾക്ക് എൻ്റെ വീട്ടിലുള്ള ദേഷ്യം. നല്ല സ്കൂളിൽ പഠിപ്പിക്കണം, ഇന്നും ഇവിടെ സ്കൂൾ തുടങ്ങിയിട്ട് നിൻ്റെ ചേട്ടനെ കൊണ്ട് എഴുതി പൈസ അയക്കാൻ പറയും. അപ്പം ഞാൻ പറയും ചിലപ്പോൾ 1-2 മാസമൊക്കെ ഫീസ് കിട്ടിയെന്ന് വരും. പിന്നെ നമുക്ക് ഫീസ് ഏട്ടനെ കൊണ്ട് ആശ്രയിക്കാൻ പറ്റുമോ? ഏട്ടനൊരു ജീവിതം വേണ്ടേ? എന്നും പെങ്ങൾക്ക് മാത്രം കൊടുത്തിട്ട് ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. ഇയാൾക്ക് അതൊരേ വാശി. ഏട്ടനെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് ഏട്ടൻ്റെ കയ്യിൽ എന്തൊക്കെയോ ഇരിപ്പുണ്ട് എന്നുള്ളതാണ്. അല്ല, ഇത് നിങ്ങൾക്ക് എപ്പോഴാണ് അസുഖമാണെന്ന് പറഞ്ഞ് ഡോക്ടറെ കൊണ്ട് കാണിച്ചത്? ഈ രണ്ടാമത്തെ കുട്ടിനെ പ്രസവിച്ച ശേഷം ഇങ്ങനെ കൊണ്ട് ഇയാൾ പറയും ഡോക്ടറിൻ്റെ അടുത്ത് പോയി എന്താണെന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ അങ്ങനെ ആരോടും അങ്ങനെ ഇപ്പോൾ ഇങ്ങനെ മാനസികമായി ബിലിഫിക്കുമ്പോൾ ഞാൻ വീട്ടിലോട്ടും പറയാം. അപ്പോൾ വെറുതെ ആരോടും പറയേണ്ട മിണ്ടാതിരിക്കും. അപ്പം പിന്നെ റേഡിയോ അങ്ങനെ TV അങ്ങനെയൊന്നും ഇല്ല. അപ്പം ഞാൻ സ്വയം മിണ്ടാതിരിക്കും. അപ്പോൾ പറയും ഇതാ കണ്ടില്ലേ ഇതാ മിണ്ടാതിരിക്കുകയെന്ന് പറയും. ചിലപ്പോൾ അപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ പറയും എന്നൊരു കാര്യം ഞാൻ നിങ്ങൾ അങ്ങനെയെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ സ്വർണ്ണം കൊടുത്താൽ എനിക്ക് എന്തായാലും ഇവിടെ നിങ്ങൾ വിട്ടിട്ട് പോകണം, എനിക്ക് എൻ്റെ കുറച്ച് സ്വർണ്ണങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ഒരു ബലവായില്ലേ, അപ്പോൾ സ്വർണ്ണം എന്താ എന്ന് പറയുമ്പോൾ അതും പറയും തരില്ല എന്ന് പറയും. അങ്ങനെ ഇയാൾ തന്നെ പ്രേമവരം ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുവച്ചെന്ന് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ എന്നും എന്നോട് സ്വർണം ചോദിക്കുകയെന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ ചോദിക്കാറുണ്ടോ? ഞാൻ ചോദിക്കാറുണ്ട്. എനിക്ക് നല്ല ഓർമ്മശക്തിയോടെ തന്നെ ഞാൻ ചോദിച്ചത്. അത് ഇയാളുടെ പോക്ക് എനിക്ക് തന്നെ എന്തോ അത് ദൈവം നമ്മളോട് ചോദിപ്പിക്കണം. ഞാൻ സ്വയം അല്ല, എൻ്റെ മനസ്സിനെ എന്നെ തോന്നിപ്പിക്കുകയാണ്, അല്ലാണ്ട് എൻ്റെതല്ല. അപ്പോൾ ഇയാളിപ്പോൾ അത് തന്നെയാണല്ലോ സംഭവിച്ചത് ഇത്രയും കാലം. എന്നിട്ട് ഇപ്പോൾ ഈ ഇളയ കുട്ടിക്ക് 15 വയസ്സായി. ഈ വർഷം 10ാം ക്ലാസ് പരീക്ഷ എഴുതിയിരിക്കാം. ഇപ്പം ആ കുട്ടിക്ക് പഠിക്കാൻ മമ്മി ഞാൻ പരീക്ഷയിൽ പാസ്സാകുമെന്ന് തന്നെ എന്താണെന്ന് വെച്ചാൽ പഠിക്കാൻ പോയി ഇരുന്ന് കഴിഞ്ഞാൽ പഠിക്കാൻ തോന്നുന്നില്ല. എന്താ വെച്ചാൽ ആ സ്ത്രീനെ കാണുമ്പോൾ കുട്ടീൻ്റെ മനസ്സിങ്ങനെ ഇളകുക. അയാൾ താമസിക്കുന്നത് വേറൊരു വീടെടുത്ത് ആ സ്ത്രീയോട് താമസിക്കും? അല്ല, ഞാനും അയാളും കൂടി ഇരിക്കുമ്പോൾ തന്നെ ആ സ്ഥലം മേടിച്ചത്. എൻ്റെ ഏട്ടൻ എൻ്റെ കുറച്ച് സ്വർണ്ണം ഉണ്ടായിരുന്നു, കൊച്ചിൻ്റെ സ്വർണ്ണവും എൻ്റെ താലിമാലയും കാതിലും കൈച്ചേനും വളയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് സ്വർണ്ണം. അപ്പോൾ അത് പണയം വെച്ചിട്ട് ഇയാൾ ആ സ്ഥലം മേടിച്ചത്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഞാൻ കുറച്ച് പൈസ തന്നാൽ എൻ്റെ പെങ്ങളുടെ പേരിൽ തന്നെ എഴുതണം എന്ന് പറഞ്ഞപ്പോൾ ഏട്ടനോട് പറഞ്ഞു അത് വേണ്ട, ഇനിയിപ്പോൾ അവൾ ലോണിനും ഇതിനും ഓരോ കാര്യത്തിനും പുറത്ത് പോകണ്ട, അത് വേണ്ട എൻ്റെ പേരിൽ അത് എഴുതാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഈ 3 മക്കളായിട്ട് ചതിക്കുമോ. ഇപ്പം അയാൾ അതിൽ വീട് വെച്ചു. ഞാൻ വന്ന ശേഷം ഇപ്പം വീടൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പം എനിക്ക് അങ്ങോട്ട് കയറി ചെല്ലാന്ന് പറഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞു നിങ്ങളുടെ വീടല്ലേ നിങ്ങൾക്ക് പോയി താമസിക്കുക, ആ സ്ത്രീ പോകുന്നു. പക്ഷേ ഇയാൾ പറയുന്നു ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇയാൾ ഇത് മറ്റുള്ളവർ ധരിപ്പിക്കാന്ന് ഞാൻ സംസാരിക്കണം മുഴുവൻ ഇത് പ്രാന്തിയായി, ഇതാ ഇവിടെ വന്നിട്ട് വഴക്കുണ്ട, ഇത് പറയാൻ പറ്റാത്തൊക്കെ പറഞ്ഞു എന്നിട്ട് മുദ്ര കുത്തുക. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിലായപ്പോൾ ഇങ്ങനൊരു പരിപാടിയെക്കുറിച്ച് അറിയാനിടയായതും കാണാനിടയായത്. മൂന്നാമത്തെ കുട്ടി അവിടെയാണ്. അതാ ആ കുട്ടിക്ക് അവിടെ നിൽക്കണം പറ്റാത്തൊരവസ്ഥയിൽ. രണ്ടാമത്തെ കുട്ടി ഒരാളിനെ ലവ് മാരേജ് ചെയ്തു. അതെന്താ ഈ അസുഖമാണെന്നും പറഞ്ഞ് ഇയാൾ എടുത്തുകൊണ്ട് പോയതാണോ? എവിടേക്ക്? ഇങ്ങോട്ട് അല്ല,
ഹോസ്റ്റലായിരുന്നു ഈ കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നത് മഠത്തില്. ഹോസ്റ്റലായിരുന്നു. എന്നിട്ട് ഇടയ്ക്ക് വല്ലപ്പോഴും കാണും, വെക്കേഷന് 2 ദിവസം 3 ദിവസം കൊണ്ട് നിർത്തും, അല്ലാണ്ട് സ്ഥിരമൊന്നുമല്ല. അത് ആ കുട്ടികളുടെ മനസ്സിന് ഭയങ്കര വിഷമം സൃഷ്ടിച്ചിട്ടുണ്ട്. അവർക്കൊന്നും സന്തോഷമില്ല. എപ്പോൾ വന്നാലും കുട്ടികൾ കരഞ്ഞിട്ടാ പോവുക, ഞങ്ങൾ അവിടെ കൊണ്ട് വിട്ടില്ല, ഞങ്ങൾക്ക് ഇവിടെ നിൽക്കണം, മമ്മീൻ്റെ അടുത്ത് കഴിയണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ. കുട്ടികൾ എന്നും കരഞ്ഞിട്ടാണ് പോവുക. അവരും അവസാനം പറയും, മമ്മിയും പപ്പയും കൂടി ചേർന്നിട്ടല്ലേ, മമ്മിയല്ലേ അതിന് നിന്ന് എന്തിനും ഞങ്ങൾ അനാഥാലയത്തിൽ കൊണ്ട് വിട്ടതെന്നൊക്കെ പറഞ്ഞ് അവരെന്നെ കൊണ്ട്. അപ്പം ഞാൻ അവസാനം പറഞ്ഞു, ഞാനല്ല നിൻ്റെ പപ്പയോട് ചോദിക്കും, ഞാൻ ഒന്നിനും നിന്നിട്ടില്ല, നിങ്ങളെ ഹോസ്റ്റലിലാക്കിയത് അന്ന് തുടങ്ങി ഞാൻ പ്രാന്തിന് പോലെ അവിടെ അലറി കരയാൻ, എൻ്റെ മക്കളിനെ കാണണം, എനിക്ക് കാണിച്ചതാണ്. ഇയാൾ ഞായറാഴ്ച പോവും എന്നെ അറിയാണ്ട്, എവിടെ ഏത് സ്കൂളിലാണെന്നും അറിയില്ല, എവിടെ പഠിക്കണമെന്നും അറിയില്ല. ഞാൻ അവസാനം വീട്ടിൽ ചെന്ന് പറഞ്ഞ അച്ഛനാണ്. പിന്നെ അച്ഛൻ പോകാൻ തുടങ്ങി, എൻ്റെ അച്ഛൻ പോകാൻ തുടങ്ങി. അച്ഛൻ പോകുമ്പോൾ അച്ഛൻ അന്വേഷിച്ച് വന്ന് എന്നെ അച്ഛൻ ഞായറാഴ്ച പോയി കുട്ടികൾക്കുള്ള എല്ലാ സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുത്ത് അവന് പുറത്ത് കൊണ്ടുപോയി അവർക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ മേടിച്ച് അങ്ങനെ ഡ്രസ്സൊക്കെ മേടിച്ച് അച്ഛൻ കൊടുത്തു. ഇപ്പം അച്ഛൻ മരിച്ചപ്പോഴപ്പോൾ കുട്ടികൾക്ക് ആകെ വിഷമമായി. അച്ഛനുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ എന്തെങ്കിലും ചെയ്ത് നോക്കും. ട്രീറ്റ്മെന്റ് നടത്തിയായിരുന്നോ? ഡോക്ടറിന്റെ അടുത്ത് പോയതായിരുന്നു. അപ്പോൾ ഒരു അമ്മയെ കൊണ്ടുപോയത്. അപ്പം രാമകൃഷ്ണൻ ഡോക്ടറാണ് കാണിച്ചത്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, എന്താണെന്ന് വെച്ചപ്പോൾ വീട്ടിലിങ്ങനെ ഓരോ പ്രശ്നങ്ങളാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, സാർ എങ്ങനെയൊക്കെയാണ് ഇയാൾ പെരുമാറുന്നത്, ഇയാളിനെ കൊണ്ട് എങ്ങനെ സഹിക്കാൻ പറ്റില്ല, ഇയാൾ എന്ത് പറഞ്ഞാലും ഡോക്ടറിൻ്റെ അടുത്ത് തിരിച്ച് പറയുക, ഡോക്ടറിൻ്റെ അടുത്ത് ചിരിക്കുക, നമ്മളെ കളിയാക്കുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നീ എന്താ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ പിന്നെ പറഞ്ഞു, എനിക്ക് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ സ്വപ്നത്തിൽ ഇങ്ങനെ നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു, കണ്ണടച്ച് നമ്മുടെ സ്വബോധം നഷ്ടപ്പെട്ടിട്ടില്ല, കണ്ണടിക്കുമ്പോൾ നമുക്ക് TV സ്ക്രീനിൽ കാണുന്ന പോലെ, അതായത് ഒരു സ്ത്രീനെ നമ്മുടെ അടുത്ത വീട്ടിൽ നമ്മുടെ സ്നേഹിത ശരിക്കും കല്യാണം നടക്കുന്നത്, മാലയിടുന്നത്, കൈപ്പിടിച്ച് നടക്കുന്നത്, വലം വെക്കുന്നത്, അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ രാത്രി ഉറങ്ങിയിട്ടൊക്കെ കാണുമെന്ന് വെച്ചാൽ നമുക്ക് രാത്രി സ്വപ്നമാണെന്ന് പറയാം. ഈ പകലിൽ നമ്മൾ ചിലപ്പോൾ മയങ്ങി കടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ, അതേപോലെ ആ ഷർട്ട് പോലും ചിലപ്പോൾ ആ ഷർട്ടൊക്കെ ആയിരിക്കും വീട്ടിലോട്ട് ഇട്ടിട്ട് വരിക. അപ്പോൾ എനിക്ക് മാനസികമായിട്ട് സംശയം തോന്നി. അപ്പം ഞാൻ ആ കുട്ടിനെ ചേർത്ത് ഒരു ദിവസം അവൾ ചീത്ത പറയുകയും ചെയ്തു. അപ്പോൾ എനിക്കറിയില്ല ഇവർ ഏത് ഹോസ്പിറ്റലാണ് കൊണ്ടുപോകണം, എന്ത് രോഗത്തിനാണ് കൊണ്ടുപോകണമെന്ന് പറയും. ഇപ്പം ഞാൻ വിചാരിക്കുന്ന ഇവരെല്ലാവരും കൂടി വണ്ടിയിൽ പോകുമ്പോൾ അല്ല പിക്നിക്കിന് പോകുക, അല്ലെ അമ്പലത്തേക്ക് പോവുക, സിനിമയ്ക്ക് പോകുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സന്തോഷിച്ചിട്ടാണ്. പുറത്തേക്കൊന്ന് പോകുമ്പോൾ നമുക്കൊരു ആകാംക്ഷയാണ്. അപ്പം അങ്ങനെ പോകും. പക്ഷെ അവിടെ എത്തുമ്പോൾ കഴിയുമ്പോൾ നമ്മൾ ഞെട്ടുന്നത് ഹോസ്പിറ്റലാണല്ലോ. അപ്പം ഇവർ നമ്മളെ ചതിക്കുക, എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അങ്ങനെ ഇവർ അടുത്തൊരു അമ്മ വേറൊരു സ്ത്രീൻ്റെ അടുത്ത് കൊണ്ടുപോയി. എനിക്കറിയില്ല. അവിടെ കൊണ്ടുപോയപ്പോൾ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, കോഴിക്കോട് കൊണ്ടുപോയി, ഇത്ര കുതിരവട്ടം എന്ന് പറഞ്ഞു, എനിക്കറിയില്ല. അപ്പോൾ അവർ ഡോക്ടർ നോക്കിയപ്പോൾ ഒരു ഗുളിക തന്നു, ഒരു മുറി. അവിടെ തന്നെ ഒരാഴ്ച കിടത്തി ഡോക്ടറിന് തന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഈ ലിസ്റ്റ് ഇത്രയും വലിയ ഹോസ്പിറ്റലാണല്ലോ കാണിച്ചിരിക്കുന്നത്, എന്നിട്ടിപ്പോൾ എന്തിനാപ്പോൾ ഇത് ഇനി അങ്ങനെ നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ വേറെ പാലക്കാട് ഏതെങ്കിലും ഡോക്ടറിനെ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ വിട്ടത്. ഈ ആകാശപ്പറവുകൾ അവിടെ അതെന്താ ആകാശപ്പറവ് എന്ന് പറയുന്ന ഒരു എന്താ ധ്യാന കേന്ദ്രം? അങ്ങനെയാണ് ആകാശപ്പറവ പറഞ്ഞാൽ അത് വെച്ചാൽ അനാഥർക്ക്, അതായത് വീടുകളെല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവർക്ക് ഒരു അത്താണി. അവിടെ ആരാ കൊണ്ടുവന്നാക്കിയേ? അവിടെ കൊണ്ടാക്കിയത് അമ്മയും 3 മക്കളും നാത്തോനും ഉണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്കറിയില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു ദിവസം ഇവർ ഒക്കെ പാക്ക് ചെയ്തെന്ന് കണ്ടു. അപ്പം ഞാൻ എന്താണെന്ന് പറഞ്ഞു. പിന്നെ രാവിലെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ജീപ്പ് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ അടുത്തുള്ള ആളെ എന്നെ അറിയുന്നതാണ്. അപ്പോൾ അയാളെ എന്താ എവിടേക്കാണെന്ന് ചോദിച്ചാൽ, അല്ല പ്രേമനെ എവിടേക്കോ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അപ്പം ഞാൻ വിചാരിച്ചു എവിടേക്കാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവർ ചിലപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഡോക്ടറിൻ്റെ അടുത്ത്, പിന്നെ ഞാൻ വരില്ല, ഡോക്ടറിൻ്റെ അടുത്തേക്ക് വരില്ല, എനിക്ക് അസുഖമില്ല, നമ്മൾ ബലം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ദേഷ്യം കയറിയിട്ട് ചിലപ്പോൾ ആളെ കൂട്ടി പിടിച്ച് കെട്ടി കൊണ്ടുപോകാൻ ശ്രമിക്കും. അപ്പോൾ ആ ഉദ്ദേശം അതൊന്നും ഒഴിവാക്കാൻ വേണ്ടി അവർ പറഞ്ഞതനുസരിച്ച് അങ്ങനെ നീങ്ങി. അപ്പോൾ അവിടെ പോയി അവിടെയാണ് അങ്ങനെ കൊണ്ടാക്കിയതാണ്. മൂന്നാമത്തെ കുട്ടിക്ക് 3 വയസ്സോ 2 വയസ്സോ കണ്ടുള്ളപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നാക്കി എന്ന് പറഞ്ഞു അല്ലേ? അത് ഇദ്ദേഹം ബോംബെയിലോട്ട് പോകാൻ വേണ്ടിയിട്ടായിരുന്നു? അല്ല, ബോംബെ പോയ ശേഷം ബോംബെയിൽ പോകുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂട്ടി താമസിക്കും. മിക്കവാറും കുട്ടികളെൻ്റെ അടുത്ത് ഉണ്ടാവില്ല, ഒന്നുമില്ല വീട്ടിൽ കൊണ്ടാക്കും. അപ്പം ഞാൻ നിലവിളിക്കാനും കരയാനും ഒച്ച ഉണ്ടാക്കാനൊക്കെ തുടങ്ങി. കണ്ടെത്തി താമസിക്കായിരുന്നു? അല്ല, വേറെ സ്ഥലം മേടിച്ചായിരുന്നു. ഒരു 7 സെന്റ് സ്ഥലം വേറെ മേടിച്ചു. ആ സ്ഥലത്ത് താമസിക്കായിരുന്നു. ഒരു ഏട്ടൻ, ഞങ്ങൾ ബാംഗ്ലൂർ ചെന്നപ്പോൾ ഏട്ടൻ കുറച്ച് കാശ് കൊടുത്തപ്പോൾ അതിൽ അതല്ല, ആ ഷെഡ് ഓല ഷെഡായിരുന്നു. ഇത് ഷീറ്റ് വെച്ചിട്ട് അതിലായിരുന്നു താമസിക്കുന്നത്. അവിടെ നിന്നാണ് ഇങ്ങോട്ട് പോകുന്നത്. ഇപ്പം ആ സ്ഥലത്താണ് വീട് വെച്ചിട്ട് ഇപ്പം അവർ താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പം ഈ 13 വർഷം, ഈ കുട്ടിക്ക് 15 വയസ്സായി, 13 വർഷമായിട്ട് ഇയാളുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല.
കണ്ടിട്ടുമില്ല, ഇയാളെ അന്വേഷിച്ചിട്ടുമില്ല, വരൂല്ല. എപ്പോ മുതല് ഈ കുട്ടിനെ ആക്കിയില്ല. അപ്പൊ ഇയാള് ഈ മൂന്നാമത്തെ കുട്ടിനെ കൊണ്ട് ആക്കിയിട്ട് പോയ ശേഷം പിന്നെ ഇയാളെ എന്നെ കാണാൻ വന്നിട്ടുമില്ല. ഇടയ്ക്ക് വന്ന് വരികയായിരുന്നു ആദ്യം. വന്ന ശേഷം കുറച്ചൊരു 2-3 മാസമൊക്കെ അടുപ്പിച്ച് വന്നു. പിന്നെ ഇയാൾ തീരെ വരാതെയായപ്പോഴാണ് അന്വേഷിച്ചപ്പോഴാണ് അവിടെ ഒരു സ്ത്രീ ഇങ്ങനെ യാദൃശ്യമായി കണ്ടു എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഒരു സ്ത്രീ കണ്ടു എന്ന് പറഞ്ഞാൽ ആരാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ആളും പടയായിട്ട് പോയി ചോദിക്കാൻ പാടില്ലല്ലോ. എന്തെങ്കിലും ഇപ്പോൾ ഒരു അപ്പുറത്തെ വീട്ടിലൊരു ഭാര്യ 2 വർഷത്തേക്ക് എവിടെയെങ്കിലും പോയി എന്ന് വെച്ചാൽ മറ്റൊരു സ്ത്രീനെ കാണുമ്പോൾ അവിടുത്തെ അല്ലാത്താണെങ്കിൽ അടുത്തുള്ളവരാരെങ്കിലും നമ്മളെ അറിയിക്കുമല്ലോ. പിന്നെ ഈ കൊച്ചു പറഞ്ഞത് അവിടെ ഒരു അമ്മ ഇരിക്കുന്നത്, ഞങ്ങളുടെ മമ്മിയെ വിളിക്കാൻ പറഞ്ഞു. അത് ആരാണെന്ന് ചോദിച്ചത് മൂത്ത കൊച്ചു പറഞ്ഞത്. അങ്ങനെയാണ് അറിഞ്ഞത്. പക്ഷെ ആ കുട്ടി ചെറുതാണ്. അപ്പം ആ കുട്ടിക്ക് അറിയില്ല. അപ്പോഴാണ് അന്വേഷണം തുടങ്ങിയത്. അപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞു. അപ്പോഴാ കേസും കോടതിയും വനിതാ കമ്മീഷനല്ലോ പാലക്കാട് കുടുംബ കോടതിയിലാണ്. അച്ഛനും അമ്മയൊക്കെ ഇടപെട്ട് അന്വേഷിച്ച് നിങ്ങൾ കേസൊക്കെ കൊടുത്തതാ. പിന്നെ എന്നിട്ട് ഒരു തീരുമാനം എന്ത് പറഞ്ഞാലും കോടതിയിൽ എന്താ കൊടുത്തിരിക്കുന്ന കേസ്? ഇയാള് ഒന്നുമില്ല, ഇയാള് ഭാര്യനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവര് സംരക്ഷിക്കുക എന്ന് വെച്ചാൽ ഇയാൾ എന്ത് പറഞ്ഞാലും ഭ്രാന്തിയായ പെണ്ണിനെ എൻ്റെ തലയിൽ കെട്ടിവെച്ചതെന്നാണ് നാട്ടിൽ മുഴുവൻ പാട്ടാ. അപ്പോൾ എൻ്റെ പെങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ ശേഷം അല്ലാണ്ട് കല്യാണത്തിന് മുമ്പ് ഇല്ല എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം, ദൈവത്തിനും അറിയാം. മനുഷ്യൻ കണ്ണു കെട്ടിയാലും ദൈവത്തിന് കണ്ണു കെട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യ് എന്ന് പറഞ്ഞിട്ടാ ഞങ്ങളുടെ ബന്ധുക്കാരൊക്കെ അങ്ങനെ വിട്ടു. ഇയാൾ ആരെ കണ്ടാലും നമ്മുടെ നാട്ടുകാരനെ കണ്ടാലും പറഞ്ഞു വിടുന്നത് ഇത് തന്നെ. അപ്പോൾ ഇവിടെയുള്ളവർക്ക് ദേഷ്യം കയറും. അവർ അനിയന്മാർക്ക് ഏട്ടന്മാർക്ക് എന്നെ കാണുമ്പോൾ ഇയാളും നമ്മളെ പറ്റി മോശമായ അഭിപ്രായങ്ങൾ അവരോട് പറയുമ്പോൾ അത് കുഞ്ഞുങ്ങൾ അയാളുടെ കൂടെയാണ്. കുഞ്ഞുങ്ങൾ ഹോസ്റ്റലില്ല. അവര് അപ്പൊ ആദ്യം സ്കൂൾ തുടങ്ങിയപ്പോൾ 1ാം ക്ലാസ് തുടങ്ങിയിട്ട് അവിടെ തന്നെ ഹോസ്റ്റലിൽ തന്നെ. ഈ ഒരു വർഷമായി പിന്നെ 2 കുട്ടികൾ ഇയാളുടെ അടുത്ത് സ്ഥിരം താമസമായത്. അപ്പോഴാണ് ഇപ്പൊ ഈ കുട്ടികളുടെ വിഷമങ്ങൾ, അതായത് ആ സ്ത്രീ കുട്ടികളെ കൊണ്ടുള്ള പെരുമാറ്റം പറ്റുന്നില്ല. അപ്പൊ കുട്ടികൾക്ക് 10ാം ക്ലാസ്, രണ്ടാമത്തെ ആള് BA 2ാം വർഷമാണ്. അപ്പം ഫസ്റ്റത്തെ ഞാൻ പരീക്ഷ എഴുതിയില്ല എന്നാ പറഞ്ഞു. അപ്പൊ ആ കുട്ടിക്ക് ഫീസ് കെട്ടില്ല, പഠിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ആ കുട്ടി ഈ അഗ്രികൾച്ചർ ഫാമിലി ചെടികൾ എന്തിനോ വേണ്ടി പോവുകയായിരുന്നു. അങ്ങനെ പോയിട്ട് വരുന്ന സമയത്ത് ഒരു ദിവസം മംഗലത്ത് വെച്ചിട്ട് ഒരു വണ്ടി വന്ന് ആക്സിഡന്റ് ആയിട്ട് കൈ ഒടിഞ്ഞു. ക്രസന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ആംബുലൻസിൽ ഇവിടെ തൃശ്ശൂർ ഏതോ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു ഓപ്പറേഷൻ. അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അവരപ്പം എന്നെ സെപ്റ്റംബറിൽ ആകാശപ്പറമ്പിൽ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഭയങ്കര വിഷമം. അവർ 3 പേരും അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞിട്ടാണ് വന്നത്. അവിടെ പിള്ളേർക്ക് തന്നെ അവരുടെ സമതല തെറ്റിയ പോലെ ഞങ്ങളിങ്ങനെ ഉപേക്ഷിച്ചിട്ടില്ലേ മമ്മി അങ്ങനെയാണ് എന്ന് വെച്ചാൽ കുട്ടികൾക്കും അറിയില്ല എന്താ ഇവിടെ കുട്ടികൾ ചെറുപ്പത്തിൽ നമ്മുടെ അവിടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ പപ്പ നമ്മളെ തല്ലുകയാണെങ്കിൽ മമ്മീനെ തല്ലിയെന്ന് പറയാൻ അവർക്ക് നമുക്ക് സാക്ഷിയില്ല. ഈ കുട്ടികളെ പിന്നെ 2 ദിവസം 3 ദിവസം നമ്മുടെ അടുത്ത് നിൽക്കുള്ളൂ. പിന്നെ 2 ദിവസം വരെ കുട്ടികളുടെ അടുത്ത് നമ്മൾ പപ്പ ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ വീട്ടുകാരെങ്ങനെ ചെയ്തു പറഞ്ഞാൽ അവർക്ക് വിഷമം ഉണ്ടാകുന്നിട്ട് പറയില്ല. ഇപ്പം കുട്ടികളെന്നെ അവിടെ കരച്ചിലും ബഹളം. അപ്പം ഞങ്ങൾക്ക് ഫീസ് കെട്ടാൻ വഴിയില്ലാണ്ട് ഇങ്ങനെ ഞാൻ സ്വയം ജോലിക്ക് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് വന്നത്. ഈ വനിതാ കമ്മീഷൻ എന്താ പറയുന്ന കേസ് കൊടുത്തേ? ഇയാൾ നോക്കുന്നില്ല, ഇയാളിങ്ങനെ മറ്റൊരു സ്ത്രീനെ എന്തായിരുന്നു അവിടെ ഒരു ആരാണെന്നല്ല. അപ്പം ഞാൻ അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മോളെ ആദ്യത്തെ കൊച്ചിനിങ്ങനെ ഗർഭമായിരിക്കും തന്നെ ഇങ്ങനെയൊക്കെ മാരകമായിട്ട് ശാരീരികമായിട്ടും ഇങ്ങനെയൊക്കെ ആണെച്ചാൽ ആ കൊച്ചിനെയും കൊണ്ട് വീട്ടിൽ വന്നിരിക്കായിരുന്നില്ലേ എന്ന് വെച്ചാൽ എനിക്കൊരു സ്വയം ജോലിയില്ല. പിന്നെ നമ്മൾ ഭർത്താവിനെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല, എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന്. പക്ഷെ അവരങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ അന്ന് അയാൾ അവിടെ വരുന്നതാണ് വിചാരിച്ചത്. മിക്ക ആൾക്കാരും ഭാര്യ ഭർത്താക്കന്മാരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയിട്ട് 2 മണി വരെ നിന്നിട്ടും ഇദ്ദേഹം വന്നിട്ടില്ല. ഇയാളുടെ ഭാഗത്തുനിന്ന് പറയുന്നത് എന്താ പറയുന്നത്? ഇയാള് മാനസികമായിട്ട് സുഖമില്ലാത്ത സ്ത്രീയാണ്, ഞാൻ ഇനി സ്വീകരിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ നമ്മളിങ്ങനെ അടിച്ചു കയറ്റണ്ട. അപ്പൊ എനിക്ക് എന്താന്ന് വെച്ചാൽ ഇവിടുന്ന് മാഡം എന്താ വേണ്ടത്? എനിക്കിപ്പോ സ്വയം ഇപ്പൊ എന്റെ വീട് വേണം. എന്റെ വീട് ഇങ്ങോട്ട് കിട്ടണം. എനിക്ക് ആ കൃഷിയും കിട്ടണം, മൊത്തം എന്റെ കൃഷിയും കിട്ടണം, വീടും കിട്ടണം. എന്താ വെച്ചാൽ ഇപ്പൊ കുട്ടികൾക്ക് ഇനി ഇപ്പൊ എക്സാം ഈ ഏപ്രിൽ 14 അങ്ങാണ്ട് റിസൾട്ട് വരുന്നതാണ് കുട്ടി പറഞ്ഞത്. അപ്പം അവൾക്ക് ഒരു സമാധാനമില്ല. എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല മമ്മി, എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കരയിന്. ഈ കുട്ടികൾ എന്ത് പറഞ്ഞു എന്ന് അവരുടെ അടുത്ത് അങ്ങനെ ചോദിച്ചാൽ കുട്ടികൾക്ക് അവിടെ ഭയങ്കര പീഡനമായിരിക്കും. കൊച്ചിനെ നല്ല സ്നേഹം. ഈ കൊച്ചുങ്ങളിൽ എടി പൊടി ഇതുങ്ങളെ വളർത്തി. കുട്ടി എത്ര വയസ്സുള്ള കുട്ടിയാ? ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഞാൻ എന്നിട്ട് പിള്ളേരോട് പറഞ്ഞു കൊണ്ടുവന്നു ഒന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞായിരുന്നു. കൊണ്ടുവന്നു എത്രയൊന്നും ഞാൻ കണ്ടിട്ടില്ല. വേർപെടുത്തിട്ടില്ലല്ലോ? വേർപെടുത്തിട്ടില്ലേ?
ഇതില്ല. പിന്നെ നമ്മൾ സ്വയം ഇയാൾ ജീവനോടെ ഇരിക്കുമ്പോൾ നമുക്ക് ഗവൺമെന്റിൽ നിന്ന് പോലും ഒരു സഹായം കിട്ടില്ല. ഞാനൊരു പേപ്പറിലൊക്കെ ആകാശപ്പറവിൽ വല്ലപ്പോഴും പേപ്പർ കിട്ടുമ്പോൾ ഇങ്ങനെ പെൺകുഞ്ഞുങ്ങൾക്കുള്ള ധനസഹായം അതിൻ്റെയൊക്കെ വായിച്ചിട്ട് ഞാനിങ്ങനെ അച്ഛനെ കൊണ്ടൊക്കെ പറഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു അത് വേണ്ട, ഇനിയിപ്പോൾ അയാൾക്ക് അത് എന്തെങ്കിലും പ്രശ്നമായാലോ എന്നൊക്കെ പറഞ്ഞു. എന്ന് വെച്ചാൽ നമ്മൾ ഒരാൾ ജോലി ചെയ്യുന്നു, നമ്മുടെ മക്കൾക്ക് നാളേക്ക് എന്തെങ്കിലും ഒരു കരുതൽ വേണ്ട. ഇപ്പം ഇന്നത്തെ സ്ത്രീകൾ അയൽക്കൂട്ടം അത് ഇത് ഓരോരോ എനിക്കൊന്നുമില്ല, ആവാകൊന്നുമില്ല. ഇപ്പം ഞാൻ അതായത് നിയമത്തിന് മുമ്പിൽ ജീവിച്ചിരിക്കാത്തൊരു വ്യക്തിയാണ്. ഒരു ഐഡൻറ്റി കാർഡില്ല, ആധാറില്ല, റേഷൻ കാർഡിൽ പേര് പോലില്ല. ഇപ്പോൾ എൻ്റെ ഭർത്താവ് എൻ്റെ അവിടുത്തെ അഡ്രസ്സിൽ നേരത്തെ ഉണ്ടായിരുന്നില്ല വീട്ടില് റേഷൻ കാർഡ്? വീട്ടിൽ റേഷൻ കാർഡിൽ പേരുണ്ട്. പക്ഷെ ഇയാൾ അവിടെ ഇപ്പൊ പുതിയ കാർഡ് ഉണ്ടാക്കിയല്ലോ ഈ 2-3 മാസം മുമ്പ്. അപ്പോൾ ആ സ്ത്രീക്കാണ് എഴുതി കൊടുത്തെന്നാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു അനിയനും ജ്യേഷ്ഠനുണ്ട് ജ്യേഷ്ഠനുണ്ട്. അവരൊക്കെ നിങ്ങളെ സഹായിക്കുന്നുണ്ടോ? ആവുന്നത് സഹായിക്കും. അവരൊക്കെ നല്ല രീതിയിലാണ് ജീവിക്കുന്നത്? നല്ല രീതിയിലല്ല, കഷ്ടപ്പെട്ട് അവര് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. കഷ്ടപ്പെട്ടിട്ട്. ഓക്കെ, നോക്കൂ, ഈ പാലക്കാട് ഏരിയയില് ആ സ്ഥലത്ത് ജാത്യാചാര പ്രകാരം നിങ്ങളുടെ സമുദായത്തിന്റെ ജാത്യാചാര പ്രകാരം വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ ഇത്ര സ്ത്രീധനം തരാം, ഇത്ര പണം തരാം എന്നുള്ളൊരു പതിവുണ്ട് ഇല്ലേ? നിങ്ങൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഇയാളായിട്ട് അങ്ങനെ വല്ല ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ വാക്കാൽ പറഞ്ഞിരുന്നോ? ഇവരെന്ന് വെച്ചാൽ ബ്രോക്കർ വഴിയാ കല്യാണം ഉണ്ടാക്കിയത്. അപ്പൊ ഇവരല്ല പറഞ്ഞത്, ബ്രോക്കറാണ് പറഞ്ഞത്. ആയിക്കോട്ടെ, അത് എത്ര ചോദിച്ചത്? എത്ര നിങ്ങൾ കൊടുത്തത്? സ്വർണ്ണം 10 പവനും 10,000 രൂപയും വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സ്വർണ്ണം അപ്പോൾ കൂടുതൽ വള വേണം, അതങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ എത്ര കൊടുത്താൽ 7,000 ആണെന്നാണ് ശ്രീ പറയുന്നത്. സ്വർണ്ണം അല്ല, അത് കൊടുക്കാത്തത് കൊണ്ട് അയാൾക്ക് നിങ്ങളോട് വൈരാഗ്യം ഉണ്ടായിരുന്നു? വൈരാഗ്യം അന്ന് തൊട്ട് അവർക്ക് സ്ത്രീധനം പോരാന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അയാൾക്കെന്ന് വെച്ചാൽ അയാൾ എപ്പോഴും പറഞ്ഞു എനിക്ക് അവിടുന്ന് കട്ടപ്പനയിൽ ഒരു പെണ്ണിനെ കെട്ടുകയാണെങ്കിൽ അവിടെ 1 ഏക്കർ സ്ഥലം തരാന്ന് പറഞ്ഞതാണ്. ഒരു വീടുണ്ട്, വലിയ ടെറസ് വീടാ. ഇതൊക്കെ നല്ല സമയത്തൊക്കെ നമ്മളടുത്ത് പറയും. അതായത് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് മാനസികമായിട്ട് ഇനി എന്താ ചെയ്യും. പിന്നെ നമ്മൾ പെട്ടെന്ന് നമ്മളെ ഭർത്താവിനെ ഉപേക്ഷിച്ച് നമ്മൾ പോകാൻ ശ്രമിക്കില്ലല്ലോ. ആവുന്ന വീട്ടിലാണെന്ന് വെച്ചാൽ പറയില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഈ മക്കളെ കൊണ്ട് ഹോസ്റ്റലിൽ ആക്കിയെന്നല്ലേ? ഹോസ്റ്റലാണോ അനാഥാലയാണോ? അനാഥാലയാണെന്ന് പറയും. എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല സാറേ. അല്ല, ഹോസ്റ്റലാകുമ്പോ അതിന് ചെലവൊക്കെ ഉണ്ടാവില്ല? ചെലവ് ഇയാള് പറയുന്നുണ്ട് ചെലവ് കൊടുക്കുന്നുണ്ട്. ഇന്ന് സിസ്റ്റർമാരൊന്നും ഞാൻ പോയിട്ടുണ്ട്, സിസ്റ്റർമാരെന്ന് പ്രേമജനിച്ചാണെന്നൊന്നും അവരൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അല്ല, അപ്പൊ ഈ ചെലവിന് അയാൾ കൊടുത്തിട്ടേ ചെലവിന് കുട്ടികളെ കൊടുത്ത് ഹോസ്റ്റലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് കുട്ടികളോട് വൈരാഗ്യമൊന്നും ഉണ്ടാവില്ല. അവർ നന്നാവണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഇല്ല, അയാളതല്ല. പിന്നെ ലോകത്തിന് മുൻപിൽ ഞാൻ ആ കുട്ടികളെ പഠിപ്പിക്കുന്നു, പൈസ കൊടുക്കുന്നു എന്ന് ലോകത്തിന് മുമ്പിൽ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. ചെലവിന് അവർക്ക് ചെലവിനെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒന്നും കൊടുക്കും. ഇപ്പൊ ഒരു കുട്ടിക്ക് ഫീസ് കെട്ടിയിട്ടില്ല എന്നുള്ള പരാതി. ഇപ്പൊ 2ാമത്തെ കുട്ടി പഠിക്കാൻ പറ്റില്ല. ഇത്ര നാൾ പഠിപ്പിച്ചത് അദ്ദേഹം തന്നെയല്ലേ? അദ്ദേഹം തന്നെ. ഈ കല്യാണം കഴിഞ്ഞ ശേഷം അദ്ദേഹം പോയിട്ടില്ല, കാണാനും പോയില്ല. അവിടെ ചെലവിന് ആര് കൊടുക്കും? എന്റെ ഏട്ടൻ പോയിട്ടാണ് അത് സിസ്റ്റർ. ഹോസ്റ്റലിൽ ഫീസ് കൊടുത്ത് നിങ്ങളുടെ ചേട്ടൻ? എന്റെ ഏട്ടൻ, മൂത്ത ഏട്ടൻ സിസ്റ്റർ ഫോൺ ചെയ്തിട്ട് ഇപ്പൊ വിജയം വരാറില്ല, വിജയം ഇങ്ങനെ ഏതോ സ്ത്രീനെ കൊണ്ടുവന്ന് ഇരിക്കണം. അപ്പൊ ഇനി ഈ കുട്ടികളുടെ കാര്യം ആരാ ഏറ്റെടുക്കുക? ഹോസ്റ്റലിൽ വിട്ടാലും അദ്ദേഹം ചെലവിനൊന്നും കൊടുക്കുന്നില്ല, നിങ്ങളുടെ ചേട്ടനാണ് കൊടുക്കുന്നത്. ഏട്ടനെ ബുക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതും കുട മേടിച്ചു കൊടുക്കുന്നതും അവർക്ക് വേണ്ട എല്ലാ സാധനവും ഏട്ടനെ വാങ്ങിച്ചു കൊടുക്കും. ചിലപ്പോൾ പരീക്ഷയൊക്കെ ഒരു സമയത്ത് പരീക്ഷ പാസ്സായിട്ട് ബുക്ക് വാങ്ങാൻ പൈസ ഏട്ടൻ്റെ പണം വരാതിരിക്കുമ്പോൾ അത് യാദൃശ്യമായിട്ട് ഞങ്ങളാകെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു കൊച്ചിനെ ഞാൻ കല്യാണം കഴിച്ച മുമ്പ് എവിടെ പോകുമ്പോൾ അമ്പലത്തിൽ കൊണ്ടുപോകും. അങ്ങനെ ആ ഒരു കൊച്ചിനെ നോക്കി. ആ കൊച്ചിനെ കല്യാണം കഴിച്ച അവൾ നല്ല നിലയില്ല. അവള് ആൻറ്റി എന്നൊക്കെ വിളിക്കുക. എന്നിട്ട് ആ കൊച്ച് അവളുടെ ഭർത്താവ് ശമ്പളത്തിൽ നിന്ന് ഒരു അംശം അങ്ങനെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി അവിടെ നിന്ന് വരുമ്പോൾ മലേഷ്യ സിംഗപ്പൂർ അവിടെ നിന്ന് വരുമ്പോൾ അവിടുത്തെ ചോക്ലേറ്റും ഒരു 3000 രൂപ ചെറിയ കുട്ടീൻ്റെ അടുത്ത് കൊണ്ടുകൊടുത്തിട്ട് എൻ്റെ മൂത്താങ്ങൾ പറഞ്ഞു അങ്ങനെ ആരോട് പൈസ മേടിക്കേണ്ട. പിള്ളേർ മേടിച്ചില്ല, അപ്പോൾ അമ്മോറും മേടിച്ചോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അതൊന്നും മക്കള് അങ്ങനെ ആ കുട്ടിയും കൂടി സഹായിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ ഇയാള് നിങ്ങളുടെ 2ാമത്തെ മകള് കല്യാണം കഴിഞ്ഞു പോയി. കല്യാണം കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക് ഒന്നും കൊടുത്ത കല്യാണം കൊടുക്കേണ്ട കാര്യമല്ലേ ചോദിക്കണം. അവർ കല്യാണം കഴിഞ്ഞു പോയി. ഇപ്പൊ മറ്റേ കുട്ടിയാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നേഴ്സിംഗ് പഠിക്കുക. അല്ല, അത് മൂത്തതാ നേഴ്സിംഗ് പഠിക്കുന്നത്. അതാ കല്യാണം കഴിഞ്ഞു പോയത്? അല്ല, 2ാമത്തത്. അതെ, അപ്പൊ മൂത്ത കുട്ടി ഇപ്പൊ നേഴ്സിംഗ് കഴിഞ്ഞോ? ഇല്ല, ഇനി 1 വർഷം പഠിക്കണം. 1 വർഷം പഠിക്കണം. ആ വർഷത്തില് 22,000 രൂപ കെട്ടണം. പിന്നെ മാസം 1,500 രൂപ വെച്ച് കെട്ടണം. പിന്നെ പെൺകുട്ടികൾക്ക് ചെലവില്ല സാറേ. അതൊക്കെ ആര് കൊടുക്കും? അയാൾ കൊടുക്കില്ല എന്നാ പറയുന്നത്. ഫീസ് ആര് കൊടുക്കും? ഫീസ് ഇപ്പൊ കെട്ടിയിട്ടില്ല. അയാൾ അവിടെ കെട്ടാന്ന് പറഞ്ഞു വെച്ചിട്ട് വന്നിരിക്കുക, കൊടുത്തിട്ടില്ല. കുട്ടികളുടെ അച്ഛൻ പറഞ്ഞിരിക്കുന്നു.
അവിടെ പോയിട്ട് പറഞ്ഞെന്നുണ്ട്, എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കെട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. അല്ലാതെ ഇപ്പോഴാണോ പറഞ്ഞത്? നേരത്തെ നേരത്തെ എന്ന് പറഞ്ഞ് അവൾക്ക് അങ്ങനെ പൈസ കെട്ടിയിട്ടില്ലെന്ന് പറയും. ഇതിന്റെ അവളോട് ചോദിച്ചാൽ അവളെ ഒന്നും പറയുന്നില്ല. കുട്ടികൾക്ക് ആളെ വിഷമമായിട്ട് ഇങ്ങനെ നടക്കാം. അത് അയാളുടെ ഭാഗത്തു നിന്നുള്ള ഒരു അവഗണന ഒരു വലിയ സംഭവം കാരണമാണ് അതിന് ശരിക്കും ഒരു വലിയ കാരണമാണ്. ചെറിയ ഒറ്റ കുട്ടിയായിട്ട് വളർന്നിരിക്കുകയാണ് ഇവര്. വീട്ടിൽ ഒരു മകളായിട്ട് വളർന്നു, ഇവരെ നല്ല രീതിയിൽ നോക്കി. അപ്പൊ ചെന്ന സ്ഥലത്ത് അത്ര ഒരു പരിഗണന കിട്ടുന്നില്ല. ഇയാളുടെ ഭാഗത്തുനിന്നും അത് കിട്ടാതെ വരുമ്പോ അൺനെസസറി ആയിട്ടുള്ള തോട്ട്സും കാര്യങ്ങളിലൊക്കെ വന്ന് ഡൗറിയുടെ കാര്യം ഒരു പറയുന്നുണ്ടല്ലോ. അപ്പം പക്ഷെ അത് അയാൾ ചോദിച്ചത് 10 പവനും 7500 അത് എത്ര തന്നു അറിയേയില്ല, പ്രേമയ്ക്ക് അറിയില്ല. ഇതൊക്കെ ഇപ്പം പ്രേമ പറയുന്ന അനുസരിച്ച് വീട്ടുകാരുമായിട്ട് ഈ ബ്രദേഴ്സുമായിട്ട് പ്രേമയ്ക്ക് നല്ല അടുപ്പമുണ്ട് അല്ലെ? ഉണ്ട്. അപ്പൊ എന്നാണ് വിജയൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രേമയ്ക്ക് ഇവർക്ക് ഇപ്പം വീട്ടുകാരുമായിട്ട് ഇത്ര അടുപ്പമുണ്ട്, 2 ബ്രദേഴ്സുമായിട്ട് നല്ല അടുപ്പമുണ്ട്. അപ്പൊ ഈ കാലത്തിനിടയ്ക്ക് അവര് എത്രയാണ് പ്രേമയ്ക്ക് ഡൗറിയായിട്ട് തന്നെന്ന് പറഞ്ഞിട്ട് പ്രേമ ചോദിച്ചിട്ടുമില്ല. അതൊന്നും അതിന്റെ കാര്യം വന്നിട്ടില്ല. അവരെന്തെങ്കിലും ഞാൻ പറഞ്ഞു അത് സാരമില്ല, അതൊക്കെ ശരിയാവും. ആ സ്വർണം എടുത്തിട്ടാണ് നിങ്ങളുടെ അതെന്താ വെച്ചാൽ അവരെന്താന്ന് വെച്ചാൽ ഇയാള് സ്വയം തരുമോ, ഇയാൾ എന്ത് ചെയ്യുന്നു അറിയാൻ വേണ്ടിട്ടാണ് അവര്. പ്രേമ ഞാൻ ചോദിച്ചത് പറഞ്ഞിട്ടില്ല. ആ സ്വർണം എടുത്തിട്ടല്ലേ ഭർത്താവിന് കൊടുത്ത? അപ്പൊ സ്വർണ്ണം പറഞ്ഞല്ല എത്ര തന്നു എന്ന് പ്രേമയ്ക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. എന്റെ ആഭരണങ്ങളുടെ കണക്ക് മാത്രമേ എനിക്കറിയില്ല. അതില് സ്വർണ്ണം അതില് അല്ല, അത് ശരിക്കും പറയണേ ആദ്യം തന്നെ കല്ല് കടിച്ചു. അതായത് സ്ത്രീധനം മുഴുവൻ കിട്ടിയില്ല എന്നുള്ളതായിരിക്കും അയാളുടെ പരാതി. പിന്നെ അയാൾ ഒരു ദൂർത്തടിക്കുന്ന ആളായിട്ട് തോന്നുന്നില്ല. അയാൾ വസ്തുക്കളും അതും ഇതൊക്കെ വാങ്ങിച്ചിരിക്കുന്നു, വീട് വെക്കുന്നു, അതിനുള്ളൊരു താല്പര്യമുള്ള ഒരാളാണ്. ശരിയാണ് മാഡം. അയാൾ വീട്ടിലെ അച്ഛൻ മരിച്ചിട്ട് മൂത്ത മകനാണ്. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. അച്ഛന്റെ സ്ഥാനമാണ്. വീട്ടിലെ അനിയന്മാരുടെ കാര്യങ്ങളൊക്കെ നോക്കണം. അത് വെച്ച് ഭാര്യന്റെയും കൊച്ചിനെയും അനാഥയാക്കാൻ പറ്റും. വലിയ വടിയെടുത്ത് അടിക്കുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്യും. അങ്ങനെയൊന്നും മാനസികമായിട്ട് ഒരു ഉപദ്രവവും ഞാൻ ചെയ്തിട്ടില്ല. അവരുടെ കുടുംബത്തിൽ ഇങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു. പിന്നെ അമ്മയും അച്ഛനും അവരുടെ കുടുംബത്തിൽ പാരമ്പര്യമായിട്ടുണ്ട് 1-2 പേർക്ക്. അപ്പൊ അതിന്റെ ഒരു ചായ ഉണ്ടാവുമോ പറഞ്ഞിട്ട് അവര് തന്നെയാണ് ഈ മാനസിക രോഗ ഡോക്ടറിനെ കാണിക്കാനായിട്ട് എന്നെയും കൂട്ടി കൊണ്ടുപോയത്. എന്താ ഇവര് പ്രധാനമായിട്ടും പറയുന്നത്? ഇവർക്ക് കുറച്ച് മുതലിനോട് ഒരു ആഗ്രഹമാണ് പ്രധാനം. കുറച്ച് മുതലെന്നുള്ള ഒരു ആഗ്രഹം അത് നമ്മുടെ കയ്യിലില്ല. അതിന്റെ ടെൻഷനും അതിന്റെ മാനസിക പിരിമുറുക്കും മെയിനായിട്ടുള്ള കാരണങ്ങൾ. ആ വിട്ട കുട്ടികളെ ഞാൻ കാണാൻ പോയി കഴിഞ്ഞപ്പോൾ ഈ കുട്ടികൾ രണ്ടും കൂടെ അതിന്റെ മുകളിൽ 2 നിലയാണ്, അതിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നില്ല. ആ കന്യാസ്ത്രീമാർ പറഞ്ഞു വിജയം വന്നിട്ട് ആ കുട്ടികൾ വരുന്നില്ല. ഒരു 3-4 പ്രാവശ്യം പോയി നോക്കി, കുട്ടികൾ എൻ്റെ അടുത്തേക്ക് വരുന്നില്ല. അപ്പം ഞാൻ സിസ്റ്ററോട് പറഞ്ഞു അവർക്ക് സ്വന്തമായിട്ട് ബോധം ഉണ്ടാകുമ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് വരും. ഞാൻ അതുവരെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക, കുട്ടികളോട് പഠിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ 4 വർഷം ഞാനുമായിട്ട് ആ കുട്ടികളായിട്ട് ബന്ധമുണ്ടായിരുന്നില്ല. ഇവിടെ ആ സ്ത്രീയുടെ കൂടെ നിൽക്കുമ്പോൾ മാനസികമായിട്ട് ആ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണെന്ന് ആ കുട്ടികളോട് പറഞ്ഞിരിക്കുന്നു അല്ലേ? അത് വിഷമം പറഞ്ഞിരിക്കുന്നു. അതിന്റെ പേരിൽ ആ കുട്ടികളെ നിങ്ങൾ വെറുക്കരുത്. കാരണം ഇതാണ് കാര്യം. അവനവന്റെ അമ്മയോ അവനവന്റെ അമ്മയോ പറയുന്ന പോലെ അല്ലല്ലോ ഇതിൽ പുതിയ സ്ത്രീയാണെന്നുള്ളൊരു വിഷമം. അപ്പൊ അവരങ്ങനെ നിന്നോട്ടെ. പക്ഷേ ഒരു 2-3 മാസം കഴിഞ്ഞ് കൊണ്ടുവരാന്ന് പറഞ്ഞു അവരെ. ജീവിതം സാക്ഷി എന്ന ഈ ലോക് അദാലത്ത് വളരെ സുതാര്യവും പണച്ചിലവില്ലാത്തതുമാണ്. ജീവിതം സാക്ഷിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: പ്രൊഡ്യൂസർ, ജീവിതം സാക്ഷി, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. പിൻ 695034.